സമരസപ്പെടാത്ത സമരനായകന്റെ അന്ത്യയാത്രയിൽ അത്യന്തം വൈകാരികമായ നിമിഷങ്ങൾ. ജനങ്ങളുടെ മനസ്സിൽ വി എസ് ഒരിക്കലും മരിക്കത്തില്ല. എൻ്റെ മനസ്സിൽ ഒരിക്കലും മരിക്കത്തില്ല വി എസിന് 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഞാൻ. പെരുമഴയും തോൽപ്പിച്ച് വിപ്ലവ നക്ഷത്രത്തിനെ ഒരു നോക്ക് കാണാൻ നാനാദേശങ്ങളിൽ നിന്നും എത്തിയവർക്ക് പറയാൻ ഓരോ അനുഭവങ്ങൾ. വി എസിന്റെ പിന്നാലെ പോവുകയാണ്. മാക്സിമം എത്രത്തോളം ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഇവിടെ വന്നത് 6-7 മണിക്കൂറോളം ഇവിടെ വി എസിനെ കാണാനായി കാത്തു നിൽക്കുകയായിരുന്നു. അതിന്റെ പുറകെ പോവുകയാണ്. മാക്സിമം എത്രത്തോളം പോകുമോ അത്രത്തോളം വി എസിനെ അത്രത്തോളം നെഞ്ചിൽ സ്നേഹിക്കുന്ന സലാം. വി എസിനായി മണിക്കൂറുകളോളം കാത്തിരുന്നവർ, കാണാതെ മടങ്ങില്ലെന്ന് ഷടിച്ചവർ. വളരെ വേദനയോടെയാണ് ഇവിടെ വന്നത്. കണ്ടിട്ടേ പോവും. മൂവാറ്റുപുഴയിൽ വരുന്നതാണ്, രാവിലെ പോകുന്നതാണ്. കുറേ സമയം കടപ്പുറത്ത് അടക്കുന്ന ഭാഗത്ത് നിന്നു. അതിനുശേഷം അവിടുന്ന് കൂടെ നടന്നു. സഖാവിനൊന്ന് കാണണം എന്നുള്ള വളരെ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ത്യാഗം സഹിച്ചു വന്നത്. അണപൊട്ടിയ ജനവികാരം അലയടിച്ചെത്തി. അവർക്ക് വി എസ് ആരായിരുന്നുവെന്ന് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ലെന്നത് വ്യക്തം. ഇത് കാണാൻ പറ്റില്ലല്ലോ, കാണാൻ പറ്റൂ. എന്റെ സംഘമാണ്. അവരെ മരിച്ചിട്ടില്ല, വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും വേദന മാറുന്നില്ല. സഖാവിന് സമ്മാനിക്കാൻ ഒരുപിടി പൂക്കളുമായി അച്ഛന്റെ തോളിലേറി വന്ന കുഞ്ഞ് റെഡ് വോളണ്ടിയർ മുതൽ ചെങ്കുടിയേന്തി ഒറ്റയ്ക്ക് മുദ്രാവാക്യം വിളിച്ച് തിരുവോരത്തു കൂടി നടന്നു നീങ്ങിയ ഈ അമ്മ വരെ ഒരു ജനത മുഴുവൻ വിങ്ങിപ്പൊട്ടുന്ന കാഴ്ച. വി എസിനെ പോലെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുകയും സ്ത്രീകളുടെയും സാധാരണക്കാരുടെയും വിഷയങ്ങൾ ഇടപെട്ട് അവർക്ക് വേണ്ടി നിന്നൊരു നേതാവ് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലില്ല. ഇടനെഞ്ചിലെ അണയാക്കനലായി ജനഹൃദയങ്ങളിൽ വി എസ് ജ്വലിച്ചു നിൽക്കും. വിപ്ലവ സൂര്യന് കേരള ജനതയുടെ 1000 ചെഞ്ചുവപ്പൻ അഭിവാദ്യങ്ങൾ. കണ്ണേ കരളേ വി എസ്, കണ്ണേ കരളേ വി എസ്, ധീരതയോടെ നയിച്ചോളൂ. ജ്യോതിഷ് മോഹനൻ, മാതൃഭൂമി ന്യൂസ്.